ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിഫറൻസ് നാഷണലിലെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് തൊട്ട് തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡു യു തിങ്ക് ദി ന്യൂ ലോ പ്രപ്പോസ്ഡ് ബൈ മിസ്റ്റർ ബോർഡേഴ്സ് ഇസ് എ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? മിസ്റ്റർ ബോർഡേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ലോ മനുഷ്യാവകാശങ്ങൾക്കെതിരെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, the law proposed by Mr. Borders is a violation of human rights because it promotes discrimination based on nationality. മിസ്റ്റർ ബോർഡേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ തന്നെയാണ്. കാരണം നാഷണാലിറ്റിയുടെ ബേസിൽ ഒരു വേർതിരിവ് കൊണ്ടുവരാനായിട്ട് ഈ നിയമം ശ്രമിക്കുന്നുണ്ട്. It limits opportunities for foreigners and treats them as inferior to locals. വിദേശികൾക്ക് അവസരങ്ങൾ നിഷേധിക്കുകയും മാത്രമല്ല തദ്ദേശീയരെക്കാൾ താഴെയാണ് ഫോറിനേഴ്സ് എന്നുള്ള ഒരു ധാരണ അവിടെ മൊത്തത്തിലുണ്ട്. Such a law denies equality and dignity, which are basic human rights. ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടുള്ള ഈക്വാലിറ്റിയും അല്ലെങ്കിൽ ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഒന്നും ഈ വിദേശികൾക്ക് ലഭിക്കുന്നില്ല. അതൊക്കെ അവർക്ക് ഡിനൈ ചെയ്യാണ് ചെയ്യുന്നത്. It encourages exclusion and deepens social division rather than fairness. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിന് പകരം അവരെ ഒഴിവാക്കുകയും സോഷ്യൽ ഡിവിഷൻ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മിസ്റ്റർ ബോർഡേഴ്സിന്റെ ഈ നിയമം ഹ്യൂമൻ റൈറ്റ്സിനെതിരാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബീയിങ് എ ഫോറിനർ, the narrator struggles to find work. How does this reflect the challenges of maintaining one's identity in a foreign country? ഒരു വിദേശി ആയതുകൊണ്ട് തന്നെ നരേറ്റർക്ക് ഒരു ജോലി കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു വ്യക്തി വിദേശത്ത് പോയി താമസിക്കുമ്പോൾ തന്റെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ചലഞ്ചസ് ആണ് നേരിടേണ്ടി വരുന്നത്? The narrator feels invisible and treated as inferior because locals judge her by her skin color instead of her abilities. നരേറ്റർക്ക് പലപ്പോഴും ഇൻവിസിബിൾ ആയിട്ടും പിന്നെ അവിടുത്തെ ആളുകള് അവരെ ഇൻഫീരിയർ ആയിട്ടൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവരെല്ലാവരും അവരുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെയോ വെച്ചിട്ടല്ല ജഡ്ജ് ചെയ്യുന്നത്, അവരുടെ കളർ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. This makes it difficult for her to find a living even though she is educated and capable. അവർ നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ്, മാത്രമല്ല അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. എന്നിരുന്നാൽ കൂടി അവർക്കൊരു ജോലി കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. She is repeatedly humiliated by locals who look down on her. വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ ആളുകൾ നരേറ്ററെ കാണുന്നത്. These experiences show how discrimination affects her sense of identity and belonging in a foreign country. ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഫോറിൻ കൺട്രിയിൽ ബിലോങ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതായത് എന്റെ സ്ഥലം എന്നുള്ളൊരു ഫീൽ ഒരിക്കലും അവർക്ക് വരുന്നില്ല. മാത്രമല്ല അവരുടെ ഐഡന്റിറ്റിയും ആരും അംഗീകരിക്കുന്നില്ല. Why does the narrator feel that her educational qualifications are not recognized? എന്തുകൊണ്ടാണ് നരേറ്റർക്ക് തോന്നുന്നത് അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും റെക്കഗ്നൈസ്ഡ് അല്ലാന്ന്? How does this undermine her sense of identity? The narrator's qualifications are not recognized because employers give preference to locals. ആദ്യത്തെ കാരണം നരേറ്റർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് എംപ്ലോയേഴ്സ് പ്രിഫറൻസ് കൊടുക്കുന്നത് അവിടുത്തെ തദ്ദേശീയരായ ആളുകൾക്കാണ്. They wrongly assume that she lacks knowledge or ability due to her identity and skin color. അവരുടെ ഐഡന്റിറ്റിയും സ്കിൻ കളറും കണ്ട് അവിടുത്തെ ലോക്കൽസ് തെറ്റിദ്ധരിക്കുകയാണ് ഇവർക്ക് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള അറിവോ കഴിവോ ഇല്ല എന്ന്. As a result, her education and skills are ignored. This discrimination makes her feel inferior, excluded and deeply undervalued. ഈ വേർതിരിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വളരെ ഇൻഫീരിയർ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത്. What does the narrator's encounter with the women at the cafe tell us about racism and its impact on personal identity? കഫേയില് ആ സ്ത്രീയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കണ്ടതാണല്ലേ. അതെങ്ങനെയാണ് പേഴ്സണൽ ഐഡന്റിറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്? The woman judges the narrator solely based on her identity and skin color, showing no trust in her skills or abilities. ആ സ്ത്രീ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ കളറും ഒറിജിനും ഒക്കെ വെച്ചിട്ടാണ്. അവരുടെ സർട്ടിഫിക്കറ്റ്സ് കാണിച്ചു കൊടുത്തിട്ട് കൂടി നമ്മുടെ നരേറ്ററിന്റെ സ്കില്ലിലോ എബിലിറ്റീസിലോ ഒട്ടും വിശ്വാസമില്ലാത്ത മാതിരിയാണ് അവർ സംസാരിച്ചത്. She believes that only white people are capable and reliable, and as a result, the narrator's qualifications are ignored and undervalued. ആ സ്ത്രീക്ക് വേണ്ടത് യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ സ്ത്രീ വിശ്വസിക്കുന്നത് ഇങ്ങനെ കഴിവുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകള് വൈറ്റ് പീപ്പിൾ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ നരേറ്ററിന്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു വില കുറഞ്ഞ രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. This encounter highlights the deep-rooted racism and discrimination present in society, making the narrator feel excluded and disrespected. ഈ സ്ത്രീയുമായുള്ള നമ്മുടെ നരേറ്ററിന്റെ കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും സൊസൈറ്റിയിലെ റേസിസവും ഡിസ്ക്രിമിനേഷനും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഡിസ്കോഴ്സസ് ആണ്. അതിൽ ആദ്യത്തേതാണിത്:
Though the narrator applied for French citizenship, her application is rejected because of the new policy. Disheartened by this, she decides to write an email to the Senegalese ambassador in France seeking a solution to the problem. Draft email. ആദ്യത്തേത് നമ്മളോട് ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സിറ്റിസൺഷിപ്പ് റിജക്റ്റഡ് ആയപ്പോൾ അത് നമ്മുടെ നരേറ്റർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. അതിനുള്ള ഒരു സൊല്യൂഷൻ ചോദിച്ചുകൊണ്ടാണ് ഫ്രാൻസിലുള്ള സെനഗലീസ് അംബാസഡറിന് ഒരു ഇമെയിൽ അയക്കുന്നത്. സോ അത് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സോ ഇമെയിലിന്റെ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ മറക്കരുത്. ടു കൊടുക്കണം, ഫ്രം കൊടുക്കണം, പിന്നെ സബ്ജക്ട് റിക്വസ്റ്റ് ഫോർ അസിസ്റ്റൻസ് റിഗാർഡിംഗ് റിജക്ഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ. Your Excellency, I hope this message finds you well. My name is Aminata Fatou, a Senegalese national currently residing in France. എൻ്റെ പേര് അമിനാറ്റ ഫറ്റു എന്നാണ്. ഞാനൊരു സെനഗലീസുകാരിയാണ്, ഫ്രാൻസിലാണ് താമസിക്കുന്നത്. I am writing to respectfully seek your guidance and support regarding a difficult situation I am facing as a foreign resident. ഒരു ഫോറിൻ റെസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സപ്പോർട്ടും ഗൈഡൻസിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഇമെയിൽ അയക്കുന്നത്. Recently, my application for French citizenship was rejected following the introduction of new national policies. പുതിയ നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ട് എൻ്റെ സിറ്റിസൺഷിപ്പിനായിട്ടുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. This decision has been deeply discouraging as I have made continuous efforts to integrate into French society while remaining proud of my Senegalese identity. എൻ്റെ സെനഗലീസ് ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. I had hoped that citizenship would allow me to live and work with stability and dignity. ഞാൻ സിറ്റിസൺഷിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം എന്താണ്, സിറ്റിസൺഷിപ്പ് കിട്ടിയാലേ സ്റ്റെബിലിറ്റിയോടും ഡിഗ്നിറ്റിയോടും കൂടെയൊക്കെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. As a non-citizen, I have faced many daily difficulties, especially in finding employment. ഞാനൊരു സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ജോലി കണ്ടുപിടിക്കേണ്ട കാര്യത്തില്. Despite having good qualifications, access to many jobs is limited because they are reserved for French or European citizens. എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നിരുന്നാലും കിട്ടുന്ന ജോലി വളരെ ലിമിറ്റഡ് ആണ്. കാരണം അതെല്ലാം ഫ്രഞ്ചുകാർക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ പേഴ്സണോ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈവൻ ലോ ലെവൽ ജോബ്സ് ആർ ഓഫ്റ്റൻ ഗിവൻ പ്രിയോറിറ്റി ടു ലോക്കൽസ് വിച്ച് മേക്സ് ഇറ്റ് എക്സ്ട്രീംലി ഹാർഡ് ടു ഏൺ എ ലിവിംഗ്. എന്റെ ക്വാളിഫിക്കേഷനിലുള്ള ജോലി പോട്ടെ, സാധാരണ ഒരു ജോലി വരെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലും തദ്ദേശീയതയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിത്തൗട്ട് സ്റ്റേബിൾ വർക്ക് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു മീറ്റ് ബേസിക് നീഡ്സ് സച്ച് ആസ് ഹൗസിംഗ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ലോങ് ടേം പ്ലാനിംഗ്. സ്ഥിരമായൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹൗസിംഗ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഇതൊന്നും തന്നെ ഡീൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ദ ലാക്ക് ഓഫ് സിറ്റിസൺഷിപ്പ് ഓൾസോ ലിമിറ്റ്സ് ആക്സസ് ടു സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻക്രീസസ് അൺസർട്ടനിറ്റി ഇൻ മൈ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്. സിറ്റിസൺഷിപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല. എന്റെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ടാക്കുകയാണ്. കാരണം എന്താണ് അടുത്തത് ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ ജീവിച്ചു പോവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. Given these challenges, I humbly request your esteemed advice on possible solutions that may help improve my situations. എന്റെ സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൊല്യൂഷനോ അഡ്വൈസോ തരാനാണ് നരേറ്റർ റിക്വസ്റ്റ് ചെയ്യുന്നത്. I would greatly appreciate any guidance regarding administrative support, legal orientation or assistance available to Senegalese nationals facing such difficulties abroad. നമ്മുടെ നരേറ്റർ സെനഗലീസ് അംബാസഡറോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വല്ല ലീഗൽ ഓറിയന്റേഷനോ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനാണ്. Thank you very much for your time and kind consideration. I remain deeply proud of my Senegalese heritage and sincerely hope for your support in finding a constructive way forward. I remain deeply proud of my Senegalese heritage and sincerely hope for your support in finding a constructive way forward. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇമെയിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. The narrator felt heartbroken when she was rejected for the position of sales girl at the bakery. നരേറ്റർക്ക് ബേക്കറിയിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ വളരെ വിഷമുണ്ടാക്കി. She jots down her feelings in her diary after the incident. Write a likely diary. അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാനാണ് പറയുന്നത്. ഡയറിയുടെ ഫോർമാറ്റ് എന്താണ്? ഡേറ്റും ഡേയും നമ്മൾ മെൻഷൻ ചെയ്യണം. Today my heart feels heavier than ever. എനിക്കിത് വളരെ വിഷമമുള്ള ദിവസമാണ്. I went to the bakery to apply for a sales girl position, hoping it would give me a chance to live a little easier, to feel that I belong somewhere.
ഞാൻ ഇന്ന് ബേക്കറിയിൽ ഒരു സെയിൽസ് ഗേളിന്റെ പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചത് ആ ജോലി കിട്ടുന്നത് വഴി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ജീവിക്കാമെന്നൊക്കെയാണ്. ബട്ട് വൺസ് അഗൈൻ ഐ വാസ് റിജക്റ്റഡ്. ഒരിക്കൽ കൂടി ഞാൻ റിജക്റ്റഡ് ആവുകയാണ് ചെയ്തത്. ദീസ് പീപ്പിൾ ഡിഡ്ന്റ് ലൈക്ക് ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്. ഈ ആളുകൾക്ക് തൊലിപ്പുറമേയുള്ള ചോക്ലേറ്റ് അത്ര ഇഷ്ടമില്ല. ഫ്രം ദ മൊമെന്റ് ഹി ലുക്ക്ഡ് അറ്റ് മീ ഐ ന്യൂ ഐ ഹാഡന്റ് മെയ്ഡ് ഇറ്റ് ത്രൂ. അയാൾ എന്നെ നോക്കിയ നിമിഷം എനിക്ക് മനസ്സിലായി അയാൾ എന്നെ എവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന്. He asked if I could speak Alsatian. I couldn't of course and that was enough for him to reject me. അദ്ദേഹം എന്നോട് ചോദിച്ചു അൽസാസിയൻ അറിയോന്ന്. പക്ഷെ എനിക്ക് ആ ഡയലക്റ്റ് അറിയില്ല. അത് മാത്രം മതിയായിരുന്നു അയാൾക്ക് എന്നെ റിജക്ട് ചെയ്യാനായിട്ട്. My spirit sank as I walked away. തിരിച്ചു പോരുമ്പോൾ എനിക്ക് വളരെയധികം വിഷമായി. Feeling invisible as if my existence doesn't even register to the people around me. എന്റെ ചുറ്റുമുള്ള ആളുകൾ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കണക്കാക്കുന്നില്ല. It hurts to realize that no matter how much I try, how qualified I am, the world looks at me differently. My color seems to matter more than my brain, my skills, or my determination. എത്രയൊക്കെ ഞാൻ ട്രൈ ചെയ്താലും എത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് വെച്ചാലും ഈ ലോകം എന്നെ വ്യത്യസ്തമായിട്ടേ കാണുന്നുള്ളൂ. എന്റെ കഴിവിനേക്കാളും എന്റെ ഇന്റലിജൻസിനേക്കാളും എന്റെ കളറിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. People pierce straight to my heart with their judgment and it leaves me a mark that hard to heal. ആളുകളുടെ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് എന്റെ ഹൃദയത്തിൽ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ള മുറിവുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഡയറി അവസാനിപ്പിക്കുന്നത്. After being denied the tutoring job, the narrator is deeply hurt. ട്യൂട്ടറിംഗ് ജോബ് ഡിനൈ ചെയ്തപ്പോഴും നമ്മുടെ നരേറ്റർക്ക് വളരെയധികം വിഷമായി. She writes a letter to her mother in Senegal, narrating the incident, her emotions, and the way repeated experiences of discrimination affect her self-worth and sense of identity. Draft the likely letter. സോ അമ്മയ്ക്ക് കത്തെഴുതാണ് നമ്മുടെ നരേറ്റർ. ഈ എക്സ്പീരിയൻസും അവരുടെ ഇമോഷനും എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതാണ്. നമ്മളോട് ആ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു ഇൻഫോർമൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടു അഡ്രസ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. My dearest mother, I hope you are well. I feel the need to write to you today because my heart is heavy. എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് വിങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ആൻഡ് ഐ കനോട്ട് ഹോൾഡ് ദീസ് ഫീലിംഗ്സ് ഇൻസൈഡ് എനി ലോങ്ങർ. ഈ ഫീലിംഗ്സ് ഇനിയും പിടിച്ചു വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ടുഡേ ഐ വെന്റ് ടു എ ട്യൂട്ടറിംഗ് ഇന്റർവ്യൂ ദാറ്റ് ഐ ഹാഡ് ബീൻ ഹോപ്പിംഗ് വുഡ് ഹെൽപ്പ് മീ മേക്ക് എ ലിവിംഗ്. എനിക്കൊരു ജോലി ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്യൂട്ടറിംഗ് ഇന്റർവ്യൂവിനായിട്ട് ഞാൻ പോകുന്നത്. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ് ആൻഡ് ഷോഡ് ദ വിമൻ മൈ ഡിഗ്രി, എ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ ദാറ്റ് ഹാഡ് ബീൻ ലൈങ് ഡോർമെന്റ് ഇൻ എ ഫോൾഡർ. കാലങ്ങളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്ന എന്റെ ഡിഗ്രി ഞാൻ ആ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തു. I thought that would be enough to prove my capability. എന്റെ കഴിവിനെ തെളിയിക്കാനായിട്ട് മറ്റൊരു തെളിവും ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. But as soon as she looked at me, she shook her head and said, I want a European type person. I don't want anyone messing up my child's education. പക്ഷേ എന്റെ സർട്ടിഫിക്കറ്റ് നോക്കി ഉടനെ തന്നെ അവര് പറഞ്ഞു എനിക്കൊരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സണെയാണ് വേണ്ടത്. എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മോശമാക്കുന്ന ഒരാളെയും എനിക്ക് വേണ്ടെന്ന്. Mother, can you imagine? She judged me not by my skill, not by my qualification, but by my skin color. അമ്മയെ അവര് ജഡ്ജ് ചെയ്തത് എന്റെ കഴിവിനെ വെച്ചിട്ടോ എന്റെ ക്വാളിഫിക്കേഷനെ വെച്ചിട്ടോ ഒന്നുമല്ല, എന്റെ സ്കിൻ കളറിനെ വെച്ചിട്ടാണ്. My black legs, my very presence apparently make me unfit. Even though I can drown the niceties of French grammar better than her. അവരെക്കാൾ നന്നായിട്ട് എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റുമെന്നിരുന്നാലും എന്റെ കളറും ഒറിജിനൊക്കെ വെച്ചിട്ടാണ് ഇവരെന്നെ ഒഴിവാക്കിയത്. I felt my anger rising, but I managed to stay calm. എനിക്ക് നല്ല ദേഷ്യം വന്നാലും ഞാൻ ശാന്തതയോടെ ഇരിക്കാൻ നോക്കി. I stood up and said goodbye to the women. I told her that if she had the same intelligence that I had, she would not be working as a supermarket cashier. ഞാൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായിരുന്ന ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും സൂപ്പർ മാർക്കറ്റ് കാഷ്യർ ആയിട്ട് ജോലി ചെയ്യില്ലായിരുന്നു. She looked shocked when I said this. ഇത് പറഞ്ഞപ്പോൾ അവർ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. I then walked away and left her very angry. ഞാൻ അവരെ നല്ല ദേഷ്യപ്പെടുത്തിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. As I was leaving, the cashier shouted after me and told me to go back to my jungle. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ആ കാഷ്യർ ബഹളം വെക്കുന്നുണ്ടായിരുന്നു തിരിച്ച് കാട്ടിലേക്ക് പോകാനായിട്ട്. Mother, it hurts so much to live in a place where people look at my color before they see my mind. അമ്മ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ആളുകള് എന്റെ മനസ്സ് കാണുന്നതിന് മുൻപ് എന്റെ കളർ വെച്ച് ജഡ്ജ് ചെയ്യാണ്. Where my qualifications mean nothing and my very existence feels like an offense.
ഇവിടെ എൻ്റെ ക്വാളിഫിക്കേഷൻസിനൊന്നും യാതൊരു വിലയില്ല. മാത്രമല്ല എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ എന്തോ ഒരു കുറ്റം പോലെയാണ്. എവറി ഡേ ഐ സ്ട്രഗിൾ നോട്ട് ജസ്റ്റ് ടു വർക്ക് ബട്ട് ടു സർവൈവ്, ടു മെയിൻറ്റെയിൻ മൈ ഡിഗ്നിറ്റി ആൻഡ് ടു ഫീൽ ദാറ്റ് ഐ ബിലോങ് എനിവെയർ. എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്യാൻ മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുന്നത്, ഇവിടെ സർവൈവ് ചെയ്യാനും എൻ്റെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. I write to you because I need your love, your strength and your reminder that I am more than the judgments I face. ഞാൻ ഇത്തരത്തിലുള്ളൊരു കത്തമ്മയ്ക്ക് എഴുതിയത് എന്തിനാണ്? എനിക്ക് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തും ഒക്കെ വേണം. മാത്രമല്ല എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം, ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ജഡ്ജ്മെന്റ്സിനേക്കാൾ എത്രയോ മുകളിലാണ് ഞാനിന്ന്. Despite it all, I will not let them steal my self-worth or my dreams. എൻ്റെ സെൽഫ് വर्थോ എൻ്റെ ഡ്രീംസോ ഒന്നും ഞാൻ നഷ്ടപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. I carry our family's pride with me even when the world refused to see it. ഞാൻ എന്നും എൻ്റെ ഫാമിലിയുടെ അഭിമാനം ക്യാരി ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ ചുറ്റുമുള്ള ലോകം അത് കാണാൻ ശ്രമിച്ചില്ലെങ്കിലും. Please keep me in your prayers, Mother. I will keep fighting even when it is hard, even when it feels like the world is against me. ലോകം മുഴുവൻ എനിക്കെതിരായാലും എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ എൻ്റെ ഫൈറ്റിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. With all my love, Amy. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.